ഹലോ, ഞാനിന്നൊരു മഞ്ഞക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടത് പരിപ്പ്, തക്കാളി, പച്ചമുളക്, കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് ഇത് വേവിക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് കുമ്പളങ്ങ മാത്രമാണെങ്കിൽ കുമ്പളങ്ങ ഇട്ട് വെക്കാം, മത്തങ്ങ, കായ അങ്ങനെയൊക്കെ ഇട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഒരു കഷ്ണം കുമ്പളങ്ങയും മത്തങ്ങയും ഉണ്ടായിരുന്നു. അത് ഞാൻ നല്ലോണം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ പരിപ്പ് വെന്തതിന് ശേഷം ഈ കുമ്പളങ്ങയും മത്തങ്ങയും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 വിസിൽ വന്നാൽ അത് മാറ്റി വെക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് നാളികേരവും ഒരു ഉള്ളിയും പിന്നെ കുറച്ച് നമ്മുടെ പെരുംജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് അടിച്ചു വെക്കാം. ഈ നാളികേരം ഈ കുമ്പളങ്ങയും മത്തങ്ങയും വെന്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നല്ലോണം വേവണം. പരിപ്പ് ഇപ്പോൾ ചിലത് വേവും ചിലത് വേവാണ്ടിരിക്കും. അപ്പോൾ രണ്ടും കറക്റ്റായിട്ട് നല്ല ഇതിൽ വേവും വേണം. അപ്പോൾ അതേ പരിപ്പും വെന്ത് കുമ്പളങ്ങയും മത്തങ്ങയും ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇട്ടത്. അപ്പോൾ അത് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ആ വെന്തയിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം അരയണം കേട്ടോ, അല്ലാണ്ട് ഇങ്ങനെ ചിലതിങ്ങനെ അടിയാണ്ട് കിടക്കില്ല, അങ്ങനെ ആവരുത്. നല്ലോണം അരഞ്ഞിട്ടുണ്ടാവണം ഈ അരപ്പ്. എന്നിട്ട് ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കഴുകിയിട്ട് അതിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കണം. ഉപ്പ് നോക്കണം കേട്ടോ. അതിൽ ഉപ്പ് നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്, പക്ഷേ കുമ്പളങ്ങ മത്തങ്ങ ഇടുമ്പോൾ പിന്നെ കുറച്ചും കൂടെ ഉപ്പിൻ്റെ ആവശ്യം വരും. പിന്നെ നമ്മൾ ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുമല്ലോ. ചിലരിതിൽ മുളക് പൊടി ഇടും. ഞാൻ മുളക് പൊടിയൊന്നും ഇട്ടില്ല. പരിപ്പൊക്കെ വേവിച്ചപ്പോൾ അതിൽ 3-4 പച്ചമുളക് ഇട്ട് പിന്നെ തക്കാളിയും പരിപ്പും ഒരുമിച്ചിട്ടിട്ടാണ് കേട്ടോ വേവിച്ചത്. പിന്നെ ഇതിന് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു മുളക് കറി ഉണ്ടെങ്കിൽ അതിലേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലാണ്ട് വെറുതെ കൂട്ടാൻ ചോറിലേക്ക് പപ്പട അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ദേ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ചെറിയൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് കടുകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് കാച്ചിയിട്ട് നമ്മുടെ ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഞങ്ങളിവിടെ മിക്കപ്പോഴും ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ കറി വെക്കാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബായ്.